ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്, സുപ്രഭാതം. ലെറ്റസ് റീഡ് ദ ന്യൂസ് വിത്ത് അബീസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ ഞാനൊന്ന് ഷെയർ ചെയ്യാം. കേരളത്തിൽ വേഗറെയിലും എയിംസും ഇല്ല. ഇന്നലെ ഫെബ്രുവരി 1-ാം തീയതി ബജറ്റായിരുന്നു, കേന്ദ്ര ബജറ്റായിരുന്നു. സമ്മിശ്ര പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നതെങ്കിലും കേരളത്തിന് പറയത്തക്ക തരത്തിലുള്ള ഒരു കാര്യങ്ങളും നീക്കി വെച്ചിട്ടില്ല ബജറ്റിൽ എന്നുള്ളതാണ് എടുത്ത് നമ്മൾ ശ്രദ്ധേയമായൊരു കാര്യം. പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ ഞാൻ വായിക്കാം. ആദായ നികുതി സ്ലാബിൽ മാറ്റമില്ല. ഏപ്രിൽ 1 മുതൽ പുതിയ നിയമം വരും. നികുതി നമ്മൾ ഫയൽ ചെയ്യേണ്ട ഡേറ്റിനകത്ത് വ്യത്യാസം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. വാഹന അപകട നഷ്ടപരിഹാരത്തിന് നികുതിയില്ല. പ്രവാസികളുടെ വസ്തു ഇടപാടുകൾക്ക് TDS കുറയ്ക്കും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതുമാത്രമല്ല, അടിസ്ഥാന സൗകര്യ വികസനത്തിന് 12.2 ലക്ഷം കോടി രൂപ അനുവദിച്ചെങ്കിലും കേരളത്തിന് 1 രൂപ പോലും നീക്കി വെച്ചിട്ടുള്ള എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. അടുത്തത് ഒരു അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് വരുന്ന വാർത്തയാണ്. ഇറാനെ US ആക്രമിച്ചാൽ മധ്യപൂർവ്വ ദേശത്ത് മേഖലാ യുദ്ധമായിരിക്കും അതിൻ്റെ ഭവിഷ്യത്തെന്ന് പരമോന്നത നേതാവായ ആയത്തുള്ള ഖൊമേനി പ്രസ്താവിച്ചു. അതായത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഖൊമേനിയുമായി ഇതുവരെ നടത്തിയിട്ടുള്ള ഏറ്റവും ശക്തമായ മുന്നറിയിപ്പാണ് ഇപ്പോഴത്തെ പ്രസ്താവന. അതുപോലെ തന്നെ SSLC പരീക്ഷ മാർച്ച് 5 മുതൽ 30 വരെ നടക്കും. ഫലപ്രഖ്യാപനം മെയ് 8-ന്. IT പരീക്ഷകൾ ഇന്നു മുതൽ. SSLC, THSLC, AHSLC പരീക്ഷകൾ മാർച്ച് 5-ന് ആരംഭിച്ച് 30-ന് സമാപിക്കും. SLC IT പരീക്ഷകൾക്ക് ഇന്ന് തുടക്കമാകും. 13-ന് സമാപിക്കും. മോഡൽ പരീക്ഷ 16 മുതൽ 20 വരെ നടക്കും. ഡോക്ടർമാർ ഇന്നു മുതൽ OP ബഹിഷ്കരിക്കും. തിരുവനന്തപുരം. ശമ്പള കുടിശ്ശിക വിതരണം ചെയ്യാത്തതിലും പുതിയ നിയമങ്ങൾ നടത്താത്തതിലും പ്രതിഷേധിച്ച് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഇന്നു മുതൽ OP ബഹിഷ്കരണം ആരംഭിക്കും. കാഷ്വാലിറ്റി, ലേബർ, ICU, കിടത്തി ചികിത്സ, മറ്റ് അടിയന്തര ചികിത്സകൾ, അടിയന്തര ശസ്ത്രക്രിയകൾ, പോസ്റ്റ്മോർട്ടം എന്നിവയെ സമരത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. പത്രത്തിലാകെ ബജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കേന്ദ്രം അവതരിപ്പിച്ച ബജറ്റിൽ കേരളം എന്നൊരു സംസ്ഥാനം ഉണ്ടോ എന്ന് എത്ര പത്രം അരിച്ചു പറക്കിയാൽ പോലും ബജറ്റിൽ യാതൊരു വിധമായ നീക്കുപോക്കുകളും ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ എന്തായാലും നിരാശാജനകം. വളരെ കേരളത്തിലെ ജനങ്ങൾ, കേരളത്തിലെ പ്രാഥമിക വികസനങ്ങളായാലും ശരി, മറ്റ് തൊഴിലില്ലായ്മയായാലും ശരി, കേരളത്തിലെ ചെറുപ്പക്കാർ, വിദ്യാഭ്യാസം, തൊഴിൽദായകർ, ഇവർക്കൊക്കെ നിരാശാജനകമായിട്ടുള്ള ഒരു ബജറ്റാണെന്നുള്ള സമ്മിശ്ര പ്രതികരണമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വാർത്തകൾ ഇന്നത്തെ വാർത്ത ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.